വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് വളരെ എളുപ്പത്തിലുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാരമൽ ട്രസ് ലെച്ചസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാരമൽ കേക്ക് പുഡിങ്ങും വിളിക്കാം. പൊതുവെ പാലിൽ സോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കേക്കിനെയൊക്കെയാണ് നമ്മൾ ട്രസ് ലെച്ചസ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും എടുക്കണം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്ക് ബേസ് ആണ്. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനൊരു 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം മിക്സിയിൽ നന്നായിട്ട് ഈ പഞ്ചസാര അലിയുന്ന വരെ അടിച്ചെടുക്കണം. ഈ ഒരു പാകത്തിലാണ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഇതിനായിട്ട് 2 കപ്പ് മൈദ ഞാൻ ഒരു വലിയ അരിപ്പയിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത്രേ ആവശ്യമുള്ളൂ. ഇത് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ്ചർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് 2-3 തവണ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഒരുപാട് നേരം അടിക്കരുത്, അപ്പം ഓവർ മിക്സ് ആയിപ്പോവും. ജസ്റ്റ് പൾസ് മോഡിലിട്ടിട്ട് 2-3 തവണ ഒന്നൊന്ന് കറക്കിയാൽ മാത്രം ഇങ്ങനെയുള്ള തിക്കായിട്ടുള്ള മിക്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കേക്കിൻ്റെ ബാറ്റർ പോലെ തന്നെയാണുള്ളത്. കുറച്ച് തിക്കായിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പം ഈ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 9x9 ഒരു സ്ക്വയർ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിപ്പോൾ കട്ടിയുള്ള ഗ്ലാസ് ട്രേ ആണ്. അതിൽ കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാ അലൂമിനിയം ട്രേയോ അല്ലെങ്കിൽ ബേക്കിംഗ് ട്രേസോ ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് എക്സ്ട്രാ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്യാം. ഞാനിതിപ്പം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അടുപ്പത്തും ബേക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ബേക്കിംഗ് മെത്തേഡ് ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ അടുപ്പത്ത് ചെയ്യുന്ന പോലെ ഒരു വലിയ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് ഞാൻ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. നമ്മുടെ സാധാ തണുത്ത പാൽ തന്നെയാണ്. അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നമുക്ക് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം ഇവാപ്പറേറ്റഡ് മിൽക്കൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതുപോലെ കാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്പൂണോ കോരിയോ ഒന്നും ഇട്ടിട്ട് ഇളക്കരുത്. ഇതുപോലെ പാത്രം കറക്കിയിട്ട് വേണം ഇളക്കാനായിട്ട്. പഞ്ചസാര എല്ലാ ഭാഗത്തും നന്നായിട്ട് മെൽറ്റാവുന്ന വരെ ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കോരി ഉപയോഗിക്കാം. അപ്പോൾ പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇരിക്കുക. കളറും ചേഞ്ച് ആവും, കുറച്ച് തിന്നായിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ആ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ഫ്ലേവറിലേക്ക് ആയിട്ട് വരും. ഉപ്പില്ലാത്ത ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചർ ഒന്നും ആവണം നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. പക്ഷേ ഇതിൽ ചൂട് വിട്ട് കഴിഞ്ഞാൽ ഇത് ഹാർഡാവും. അങ്ങനെ ഹാർഡാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം തന്നെയാണ്. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അലിയിച്ചെടുക്കണം. കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന മെൽറ്റഡ് ഷുഗർ ഉണ്ടല്ലോ, അത് ഒന്ന് കട്ട പിടിക്കും. അപ്പം നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് മെൽറ്റായിക്കോളും. അപ്പം നമുക്ക് ഒരു ലൂസായിട്ടുള്ള സോസ് പോലെ കിട്ടും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഒരു സിറപ്പായിട്ട് മാറും.
ഇപ്പം 40 മിനിറ്റ് ആയിട്ടുണ്ട് എൻ്റെ കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. മോൾ ഭാഗം കുറച്ച് ക്രാക്ക് ആയിപ്പോയി, കാരണം ഞാൻ ആദ്യം വെച്ച ടെമ്പറേച്ചർ കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 170ലാണ് വെച്ചതെന്ന് വിചാരിച്ചു, പക്ഷേ 180ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ മുകളിൽ കുക്കായി, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത്. ഞാൻ ടെമ്പറേച്ചർ കുറച്ച് വെച്ചു, 170ലേക്ക് ആക്കി വെച്ചു, പക്ഷേ അപ്പോഴേക്കും തന്നെ ആ ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിതൊന്നും വലിയ പ്രശ്നമില്ല, കാരണം നമ്മളിതിന് മേലെ ഐസിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം കേക്ക് നന്നായിട്ട് ചൂട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിയിട്ട് ഓട്ടയുണ്ടാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കണ്ടൻസ് മിൽക്കിൻ്റെയും പാലിൻ്റെയും കൂടെ മിക്സ്ചർ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്യുക. നന്നായിട്ട് ആ മിൽക്ക് കേക്ക് അബ്സോർബ് ആക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിപ്പിംഗ് ക്രീം നമുക്കിതിൻ്റെ മേലെ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം നിറയെ നമ്മൾ വിപ്പിംഗ് ക്രീം വെക്കരുത്, കാരണം നമുക്ക് അതിൻ്റെ മേലെ സോസ് ഒഴിക്കാനുള്ളതാണ്. അതിനുള്ള സ്പേസ് ലീവ് ചെയ്യണം. ക്രീം നന്നായിട്ട് സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേലെ സോസ് ഒഴിച്ചു കൊടുക്കാം. സോസ് ഇപ്പം ചൂടെല്ലാം തണഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കാരമൽ സോസ് നമുക്ക് നമ്മുടെ ഡെസേർട്ടിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു സോസ് ഒഴിക്കുന്ന സമയത്ത് തീരെ ചൂടുണ്ടാവാൻ പാടില്ല, ഉണ്ടെങ്കിൽ നമ്മൾ തേച്ച് വെച്ചിട്ടുള്ള വിപ്പിഡ് ക്രീം ലൂസായിട്ട് മെൽറ്റായി രണ്ടും കൂടി മിക്സായി പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീം തേച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം മാത്രം ഈ ഒരു സോസ് ഒഴിക്കാം. കാരമൽ സിറപ്പൊക്കെ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കാനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ചത് ബാക്കിയുണ്ടായിരുന്നു. അത് ചെറിയ റൗണ്ട് നോസിലുള്ള ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ലൈന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വെറുതെ വേണമെങ്കിൽ നട്ട്സൊക്കെ പൊടിച്ചിട്ടിട്ട് അങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പ്ലെയിനായിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ലൈനൊക്കെ വരച്ചതിന് ശേഷം ഞാൻ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മുന്നിലേക്കും പിന്നിലേക്കുമായിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസൈന് നമ്മുടെ ഡെസേർട്ടിൻ്റെ മേലെ വരും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. എത്രയും സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. പിന്നെ ഇത് കട്ട് ചെയ്തിരുന്ന സമയത്ത് ഓരോ തവണ കട്ട് ചെയ്യുമ്പോഴും കത്തി ഒന്നൊരു കിച്ചൺ ടവലുണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഉണ്ടോ ഒന്ന് വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബട്ടർ സ്കോച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.